എല്ലാവർക്കും നമസ്കാരം. ബിഗ് ലേണിംഗിന്റെ AO 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ സുനിൽ, അസിസ്റ്റന്റ് പ്രൊഫസർ, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഇപ്പോൾ കടന്ന ജൂലൈ 5 2025 AO എക്സാം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ബിഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഹെർബിസൈഡ് റെസിസ്റ്റന്റ് വീഡ് ഇൻ ദി വേൾഡ്. ഇപ്പോൾ ഓപ്ഷൻസ് ആയിട്ടുള്ളത് അമറാന്തസ് സ്പീഷ്യസ്, ഫിലാരിസ് മൈനർ, സിനീഷ്യോ വൾഗാരിസ്, റൂമെക്സ് ഡെറ്റൻഡസ്. ഇതാണ് 4 ഓപ്ഷൻ ആയിട്ട് വന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്, സിനീഷ്യോ വൾഗാരിസ്. ഇതാണ് ഫസ്റ്റ് റിപ്പോർട്ടഡ് ഹെർബിസൈഡ് റെസിസ്റ്റന്റ് വീഡ് ഇൻ ദി വേൾഡ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് മാച്ച് ദ ഫോളോയിങ് ആണ്. ഡ്രൗട്ട് റിലേറ്റഡ് ആയിട്ടാണ് 4 ഡ്രൗട്ടും പിന്നെ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് മീൻസ് മാച്ച് ചെയ്യുന്ന ആൻസേഴ്സുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്. ഇപ്പോൾ കണ്ടിജൻസി ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു അബ്നോർമൽ ഫെയിലിയർ ഓഫ് റെയിൻഫോൾ, അതാണ് കണ്ടിജന്റ് ഡ്രൗട്ട്. അടുത്തത് ഇൻവിസിബിൾ ഡ്രൗട്ട് എന്ന് പറയുന്നത് റെയിൻഫോൾ ഇസ് ഇൻഅഡിക്വേറ്റ് ടു മീറ്റ് എവപ്പോട്രാൻസ്പിറേഷൻ നീഡ്സ്. പിന്നെ മെട്രോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത് ആനുവൽ പ്രസിപ്പിറ്റേഷൻ ഇസ് ലെസ് ദാൻ നോർമൽ ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ്. പിന്നെ ഫിസിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് വെച്ചാൽ അൺഏബിൾ ടു ഒബ്സർവ് വാട്ടർ ഫ്രം സോയിൽ ഈവൻ വെൻ വാട്ടർ ഇസ് അവൈലബിൾ. അപ്പോൾ ഇതാണ് കറക്റ്റ് മാച്ച് ചെയ്യേണ്ടത്. ഇത് ഡ്രൗട്ട് എന്താണ്, അതിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ. അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ ആൻസർ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഗ്രേഡഡ് ബണ്ടിങ്, ബഞ്ച് ടെറസിങ്, കൺസർവേഷൻ ഡിച്ചിങ്, പിന്നെ ചെക്ക് ഡാംസ്, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറക്റ്റ് മാച്ച് എന്ന് പറയുന്നത് അഗെയിൻ ഡി ഇസ് ദി ഓപ്ഷൻ. ഫസ്റ്റ് വൺ ഗ്രേഡഡ് ബണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇൻ ഹൈ റെയിൻഫോൾ ഏരിയാസിലാണ് നമ്മളത് ഫോളോ ചെയ്യുന്നത് ഫോർ റിമൂവിങ് എക്സസ് റെയിൻ വാട്ടർ. പിന്നെ ബെഞ്ച് ടെറസിങ് എന്ന് പറയുന്നത് സ്ലോപ്പിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ റേഞ്ച് 16 to 33% ഉണ്ടാവണം. പിന്നെ കൺസർവേഷൻ ഡിച്ചിങ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് കോണ്ടൂർ ബണ്ടിങ്ങിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ചെക്ക് ഡാംസ് നമ്മൾ എപ്പോൾ യൂസ് ചെയ്യും എന്ന് വെച്ചാൽ റീചാർജ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ഇതാണ് കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ ആൻസർ ഡി ആണ് ഈ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസർ. അടുത്ത വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്, ഒരു 4 സ്റ്റേറ്റ്മെന്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ആൻസർ ബി ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും ആണ് കറക്റ്റ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഇഫ് LER ഇസ് മോർ ദാൻ 1 ഇന്റർക്രോപ്പിംഗ് ഇസ് അഡ്വാൻറ്റേജസ് കമ്പയർഡ് ടു പ്യുവർ ക്രോപ്പിംഗ്. അപ്പോൾ LER റേഷ്യോസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ മോർ ദാൻ 1 ആൻസർ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ മോർ ദാൻ 1 റിസൾട്ട് വരുവാണെങ്കിൽ ഇന്റർക്രോപ്പിംഗ് ചെയ്യുന്നത് നല്ലതാണ് എന്നാണ് അതിന്റെ ഉദ്ദേശം. പിന്നെ സെക്കൻഡ് ഇത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇൻ റിലേ ക്രോപ്പിംഗ് ദർ ഇസ് എ ഷോർട്ട് സ്പാൻ ഓഫ് ഓവർലാപ്പിംഗ് ബിറ്റ്വീൻ 2 ക്രോപ്സ് ഇൻ എ സീക്വൻസ്. റിലേ ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫസ്റ്റ് ക്രോപ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന മുന്നേ അടുത്ത ക്രോപ്പ് നമ്മൾ നടുന്നതാണ് റിലേ ക്രോപ്പിംഗ്. അപ്പോൾ ഒരു ഷോർട്ട് ഓവർലാപ്പിംഗ് ഉണ്ട്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കൺസർവേഷൻ അഗ്രികൾച്ചർ പ്രൊമോട്ട്സ് മെയിൻ്റെനൻസ് ഓഫ് എ പെർമനന്റ് സോയിൽ കവർ, മിനിമം സോയിൽ ഡിസ്റ്റർബൻസ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്ലാന്റ് സ്പീഷീസ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അഗ്രികൾച്ചറിനെ കൺസർവ് ചെയ്യാം. അപ്പോൾ ഇതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. നെക്സ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, കാപ്പിലറി വാട്ടർ ഇസ് ഹെൽഡ് ബിറ്റ്വീൻ ടെൻഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് റേഞ്ച് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 1/3 അറ്റ്മോസ്ഫിയർ ടു 15, 1/3 അറ്റ്മോസ്ഫിയർ ടു 31, 10 അറ്റ്മോസ്ഫിയർ ടു 15, പിന്നെ 31 to 60, ഇതാണ് ഓപ്ഷൻസിൽ വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 1/3 അറ്റ്മോസ്ഫിയർ ടു 31 അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിലാണ് കാപ്പിലറി വാട്ടർ ഇസ് ഹെൽഡ് ബിറ്റ്വീൻ ടെൻഷൻ ഓഫ് 1/3 അറ്റ്മോസ്ഫിയർ ടു 31 അറ്റ്മോസ്ഫിയർ. അതാണ് കറക്റ്റ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 6, ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു ഇതാണ് കാൽക്കുലേഷൻ പോലെയാണ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ യൂറിയ റിക്വയർമെന്റ് ഓഫ് റൈസ് വെറൈറ്റി KU പൗർണമി കൾട്ടിവേറ്റഡ് ഇൻ 1 acre. അപ്പോൾ 1 acre KU പൗർണമി കൾട്ടിവേറ്റ് ചെയ്താൽ എത്ര യൂറിയ റിക്വയർമെന്റ്. അപ്പം നമുക്ക് ഒരു ഡോസേജ് അറിയണം, ഒരു ഹെക്ടർക്ക് എത്ര വേണം എന്ന് പറഞ്ഞാൽ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 65.21 kg, 78.26 kg, 152.17 kg, പിന്നെ 195.65 kg. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 72.26 kg.
ഓക്കെ, ഇതാണ് KU പൗർണമി വെറൈറ്റീന് 1 ഏക്കറിൽ റിക്വയർഡ് ഉള്ള നൈട്രജൻ യൂറിയ. ഓക്കെ, പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് ഗ്രാസസും അതിന് കോമൺ നെയിമും പിന്നെ അതിനുള്ള സയന്റിഫിക് നെയിമാണ് ഇവിടെ ഗ്രാസ് വീഡ് സ്പീഷ്യസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഓൺലെസ് ബാനിയാർഡ് ഗ്രാസ് എന്ന് പറയുന്നത് എക്കിനോകോള കൊളോണ, ക്വക്ക് ഗ്രാസ് എന്ന് പറയുന്നത് അഗ്രോപൈറോൺ റെപ്പൻസ്, പിന്നെ നട്ട് ഗ്രാസ് എന്ന് പറയുന്നത് സൈപ്രസ് റെക്ടാൻഡസ്, കാനറി ഗ്രാസ് എന്ന് പറയുന്നത് ഫിലാരിസ് മൈനർ. അപ്പൊ ഇതാണ് കറക്റ്റ് മാച്ച് അതിൻ്റെ ആൻസേഴ്സ്. പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡെപ്ത് ഓഫ് ഇറിഗേഷൻ ഇസ് 5 സെന്റിമീറ്റർ ഫോർ ആൻ IW/CEP റേഷ്യോ ഓഫ് 0.5. അപ്പോൾ IW/CEP റേഷ്യോ 0.75 ആണെങ്കിൽ ഇഫ് മീൻ പെർ ഡേ പാൻ ഇവോപ്പറേഷൻ ഇസ് 5 millimeter വർക്ക്ഔട്ട് ഇറിഗേഷൻ ഇന്റർവൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡെപ്ത് ഓഫ് ഇറിഗേഷൻ പറഞ്ഞിട്ടുണ്ട്, IW/CEP റേഷ്യോ പറഞ്ഞിട്ടുണ്ട്, പിന്നെ മീൻ പെർ ഡേ പാൻ ഇവോപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. 3 പറഞ്ഞു. ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് ആൻസർ 13 days കിട്ടും. 7 days, 10 days, 13 days, 15 days ആണ് ഓപ്ഷൻസിലുള്ളത്. അപ്പോൾ ആ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 13 days ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അഗൈൻ നമ്മൾ ഇപ്പോൾ 4 സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയണം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 1, 2, 3. 4th വൺ റോങ് ആണ് സ്റ്റേറ്റ്മെന്റ്. ബാക്കി 3 കാൽഷ്യം അമോണിയം നൈട്രേറ്റ് ഇസ് എ ന്യൂട്രൽ ഫെർട്ടിലൈസർ, ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. ഓക്കെ, പിന്നെ ബോറോൺ ഒപ്ടേക്ക് ഇസ് ലിമിറ്റഡ് ബൈ എക്സസ് ലൈൻ, അതും റൈറ്റ് ആൻസർ ആണ്. പിന്നെ എക്സസ് ഫോസ്ഫറസ് എൻകറേജ് സിങ്ക് ഡെഫിഷ്യൻസി, അതും റൈറ്റ്. അപ്പോൾ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ് ആണ് റൈറ്റ്, ലാസ്റ്റ് വന്ന് റോങ് ആണ്. ബേസിക് സ്ലഗ് ഇസ് എ സിട്രിക് ആസിഡ് ഇൻസോൾയുബിൾ ഫോസ്ഫോട്ടിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമ്പിൾ ഓഫ് എ ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ്. ഓക്കെ, അപ്പോൾ ബ്രോഡ് സ്പെക്ട്രം ഇതിൽ ഓരോന്ന് മാത്രമാണ് ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ്, ബാക്കിയെല്ലാം വേറെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെർബിസൈഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ബൈസ്പൈർബിക് സോഡിയം ഉണ്ട്, കാർഫെൻസ്റ്റെറോൺ ഉണ്ട്, പിന്നെ സൈഹാലോ ബ്യൂട്ടൈൽ ഉണ്ട്, ഫിനോക്സോ പ്രൊപ്പലേറ്റ് ഉണ്ട്. ഓക്കെ, അതിൽ ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്, ബൈസ്പൈറിബാക് സോഡിയം. ഇതാണ് ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ്, ബാക്കിയെല്ലാം വേറെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഹെർബിസൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സെലക്ട് ദി നോൺ മിനറൽ എസെൻഷ്യൽ എലമെന്റ്സ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ്. ഓക്കെ, നോൺ മിനറൽ ആണ് ബട്ട് ദേ ആർ എസെൻഷ്യൽ, അങ്ങനെയുള്ളതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നൈട്രജൻ ആൻഡ് മാംഗനീസ്, പിന്നെ കാർബൺ ആൻഡ് ഓക്സിജൻ, കാൽഷ്യം ആൻഡ് ഹൈഡ്രജൻ, മാംഗനീസ് ആൻഡ് സിങ്ക്. അപ്പം നമുക്കറിയാം സിങ്ക്, കാൽഷ്യം ഇതൊക്കെ മിനറൽ ആണ്. അപ്പോൾ അതെല്ലാം ഓപ്ഷൻ കളഞ്ഞാൽ നമുക്ക് ഓബ്വിയസ്ലി കിട്ടാൻ പോണത് കാർബണും ഓക്സിജനും ആണ്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി പറയാം നോൺ മിനറൽ എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുന്നത് കാർബൺ ആൻഡ് ഓക്സിജൻ ആണ്. ബിക്കോസ് ബാക്കിയെല്ലാം മാംഗനീസ് വരുന്നുണ്ട്. ഇപ്പം നൈട്രജനും നോൺ മിനറൽ ആണ്, പക്ഷെ മാംഗനീസ് അതിൻ്റെ കൂടെ ഉണ്ട്. കാൽഷ്യം മിനറൽ ആണ്, പിന്നെ മാംഗനീസ് ആൻഡ് സിങ്കും മിനറൽ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാർബണും ഓക്സിജനും ആണ് കറക്റ്റ് ആൻസർ എന്ന്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് വിച്ച് ആർ ലോ ലൈം റിക്വയറിങ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് റൈസ്, റാഗി, ബാർലി. ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് ടീ, കോഫി, പൈനാപ്പിൾ. സിയിൽ കോട്ടൺ, ഷുഗർ കെയിൻ, കൗപ്പി. ഡിയിൽ വീറ്റ്, ടൊബാക്കോ, സ്വീറ്റ് പൊട്ടാറ്റോ. ഇതാണ് കോമ്പിനേഷൻ ഓഫ് ക്രോപ്സ്. അപ്പൊ ഈ കോമ്പിനേഷനിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ലോ ലൈം റിക്വയറിങ് പ്ലാന്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ബി ആണ് കറക്റ്റ്. ടീ, കോഫി, പൈനാപ്പിൾ, ഇതിനാണ് ലോ ലൈം റിക്വയർമെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് റിയാക്ഷൻ ടു അക്കർ വെൻ ആൻ അറോബിക് ഓയിൽ ഇസ് ഫ്ലഡഡ് ആൻഡ് ബിക്കംസ് അനറോബിക്. ഓക്കെ, ഒരു അറോബിക് ഓയിൽ ഫ്ലഡ് ചെയ്തു, പക്ഷെ അത് അനറോബിക് ആയാൽ എന്താണ് ഫസ്റ്റ് നടക്കുന്ന റിയാക്ഷൻ എന്ന്. ഓക്കെ, അപ്പൊ ഇതിലും കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ആൻസർ എ ആണ് കറക്റ്റ്. ആദ്യം ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ് നടക്കും, പിന്നെ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ആദ്യം നടക്കുന്നത് എന്താണ്, ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ നടക്കും, പക്ഷെ നൈട്രേറ്റ് കണ്ടന്റ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കൂടും. അതാണ് അറോബിക് ഓയിൽ ഫ്ലഡ് ആയാൽ എനറോബിക് ആവുമ്പോൾ സംഭവിക്കാൻ പോണത്. ഓക്കെ,
നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ സെലക്ട് ചെയ്യണം. A pH of 2 is twice as acidic as pH of 5. പിന്നെ a pH of 2 is twice as basic as pH of 5. A pH of 2 is 1000 times acidic as pH 5. A pH of 2 is 3 times acidic than pH 5. അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, pH of 2 is 1000 times acidic as pH of 5. ബിക്കോസ് നമുക്ക് pH അറിയാലോ, ലോഗ് വെച്ചല്ലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ pH of 2 is 1000 times acidic as pH of 5. അതാണ് കറക്റ്റ് ആൻസർ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15 എന്ന് പറയുന്നത് മേജർ മിനറൽസ് പ്രസന്റ് ഇൻ ഓക്സിസോൾസ് ആർ. അപ്പോൾ ഓക്സിസോൾസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് സോയിൽസ് ആണ്. അപ്പോൾ അതിൽ മേജർ ആയിട്ട് വരുന്ന മിനറൽ കാറ്റഗറീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ വരുന്നത് കയോളിനേറ്റ് ആൻഡ് ഇലേറ്റ്, പിന്നെ കയോളിനേറ്റ് ആൻഡ് സെസ്ക്യൂ ഓക്സൈഡ്, പിന്നെ കയോളിനേറ്റ് ആൻഡ് മോൺമോറിലിനോയിറ്റ്, പിന്നെ കയോളിനേറ്റ് ആൻഡ് ക്ലോറേറ്റ്. ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. ഓക്സിസോൾസിൽ മേജർ ആയിട്ട് പ്രസന്റ് ആയിരിക്കുന്നത് കയോളിനൈറ്റും സെസ്ക്യൂ ഓക്സൈഡും ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. വൈറ്റ് ആൽക്കലി സോയിൽസ് ആർ. അപ്പൊ ഇതിൽ കുറെ സോയിൽസ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വൈറ്റ് ആൽക്കലി സോയിൽസ് ഏതാണ് ഉദ്ദേശിക്കുന്നത്? സോഡിക് സോയിൽസ് ആണോ, സലൈൻ സോയിൽസ് ആണോ, ബ്ലാക്ക് സോയിൽസ് ആണോ, ഇല്ല എല്ലാം ഓൾ ഓഫ് ദി അബോവ് ആണോ എന്ന്? അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സലൈൻ സോയിൽസ് ആണ്. വൈറ്റ് ആൽക്കലി സോയിൽസ്. അപ്പൊ ആൽക്കലൈൻ കണ്ടീഷൻ ആണ്. നമ്മൾ സലൈൻ സോയിൽസ് വിസിറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും മേലെ ഒരു വൈറ്റ് പാടുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ വൈറ്റ് ആൽക്കലി സോയിൽസ് നമ്മൾ പറയുന്നത്. Next, question number 17. Which of the following is a cold manure? Okay, chicken manure, pig manure, goat manure, horse manure. ഇതിൽ ഏതാണ് കോൾഡ് മെന്യൂർ? അപ്പോൾ ഗോട്ട് മെന്യൂർ ആണ് കോൾഡ് മെന്യൂർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് റോങ് സ്റ്റേറ്റ്മെന്റ്? അപ്പൊ ആൻസർ സി ആണ്. സെക്കൻഡും തേർഡും ആണ് റോങ്. മെഗ്നീഷ്യം ഇസ് എ കമ്പോണന്റ് ഓഫ് നൈട്രോ റിഡക്ടേസ് എൻസൈം. അത് റോങ് ആണ്. പിന്നെ നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ് ബൈ എർത്ത് വോംസ്. നോ, നമുക്ക് നൈട്രജൻ റിഡക്ഷൻ ബാക്ടീരിയസും അസിമുലേഷൻ ബാക്ടീരിയസ് അങ്ങനെയൊക്കെ ഉണ്ട്. ആ ബാക്ടീരിയസ് ആണ് ശരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. നൈട്രജനെ നൈട്രൈറ്റും നൈട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെല്ലാം ബാക്ടീരിയസ് ആണ്, എർത്ത് വോംസ് അല്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഹാപ്പൻസ് ടു ബൾക്ക് ഡെൻസിറ്റി ഓഫ് സോയിൽ വെൻ ഓർഗാനിക് മാറ്റർ ഇസ് ആഡഡ് ടു ദി സോയിൽ. അപ്പം നമ്മൾ ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുമ്പോൾ ബൾക്ക് ഡെൻസിറ്റിന് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ബൾക്ക് ഡെൻസിറ്റി ഡിക്രീസ് ആവോ? ഫസ്റ്റ് ഓപ്ഷൻ ഡിക്രീസ്ഡ്, ബൾക്ക് ഡെൻസിറ്റി ഇൻക്രീസ്ഡ്, പാർട്ടിക്കൽ ഡെൻസിറ്റി ഡിക്രീസ്ഡ്, പോറോസിറ്റി ഈസ് ഇൻക്രീസ്ഡ്. ഇപ്പൊ ഈ ഓപ്ഷൻസിൽ കോമ്പിനേഷൻസ് ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. 1ഉം 4ഉം, അതായത് ബൾക്ക് ഡെൻസിറ്റി ഡിക്രീസ് ആവും, പോറോസിറ്റി ഇൻക്രീസ് ആവും. അങ്ങനെയാണ് ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് സോയിലിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. സൈറ്റ് സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് അഡോപ്റ്റ്സ് ദി യൂസ് ഓഫ്. ഓക്കെ, അപ്പം നമ്മൾ സൈറ്റ് സ്പെസിഫിക് ഒരു സ്പെസിഫിക് സ്ഥലത്തിൽ ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം? GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GIS, പിന്നെ റിമോട്ട് സെൻസിങ്. ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാം ഫോർ സൈറ്റ് സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ്? ഓൾ ഓഫ് ദി അബോവ്. നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് റിമോട്ട് സെൻസിങ് ടെക്നോളജീസും ജിഷും GPS-ഉം എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് സൈറ്റ് സ്പെസിഫിക് ഇൻറ്റഗ്രേറ്റഡ് ന്യൂട്രിയൻ മാനേജ്മെന്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? അപ്പൊ ഇതിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നും കൂടുതൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻകറക്റ്റ് ആണ്. അതിൽ ആൻസർ സി ആണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഹൈപ്പോഫാരിങ്സ് ഇസ് മോഡിഫൈഡ് ആസ് സ്റ്റൈലറ്റ്സ് ഇൻ ഹെമിപ്റ്റീരിയൻ ബഗ്സ്. അത് റോങ് ആണ്. പിന്നെ ലാസീനിയ ഇസ് മോഡിഫൈഡ് ആസ് പ്രൊബോസിസ് ഇൻ ബട്ടർഫ്ലൈസ്. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ഓക്കെ, അപ്പൊ എൻഡമോളജി പഠിക്കുമ്പോൾ ഇത് മനസ്സിലാവും എന്തുകൊണ്ട് റോങ് ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22 ആണ്. ദ ഗാൾ ഇൻ റൈസ് കോസ്ഡ് ബൈ റൈസ് ഗാൾ മിച്ച് ഇസ് മോഡിഫിക്കേഷൻ ഓഫ്. എങ്ങനെയാണ് ആ ഗാൾ വരുന്നത്? അത് ലീഫ് മോഡിഫിക്കേഷൻ ആണോ, ലീഫ് ഷീറ്റ് മോഡിഫിക്കേഷൻ ആണോ, സ്റ്റെം മോഡിഫിക്കേഷൻ ആണോ, പീറ്റിയോൾ മോഡിഫിക്കേഷൻ ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലീഫ് ഷീറ്റ് മോഡിഫിക്കേഷൻ. അപ്പോൾ റൈസിൽ ഗാൾ കോസ് ചെയ്യുന്നത് ലീഫ് ഷീറ്റിൻ്റെ മോഡിഫിക്കേഷൻ കാരണമാണ്. ഓക്കെ,
നെക്സ്റ്റ് 23 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആ കറക്റ്റ്. അപ്പോൾ ഇതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉം ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഇതൊക്കെയാണെന്ന് നോക്കാം. പ്രസൻസ് ഓഫ് ട്രൈക്കോം ഇൻ ലീവ്സ് കൺഫർ റെസിസ്റ്റൻറ്റ് ടു പ്ലാന്റ്സ് ബൈ ആന്റിസീനോസിസ്. യെസ്, നമുക്ക് ട്രൈക്കോംസ് ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടും നല്ലത് സയന്റിഫിക് ഫാക്റ്റ് ആണ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ആന്റിസീനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ്. ദ എബിലിറ്റി ഓഫ് എ റൈസ് വെറൈറ്റി ടു പ്രൊഡ്യൂസ് മോർ ടില്ലേഴ്സ് ആഫ്റ്റർ ദി ഇൻഫെസ്റ്റേഷൻ ഓഫ് റൈസ് ടെമ്പോറൻസ് ഇസ് നോൺ എസ് ടോളറൻസ്. ബിക്കോസ് റൈസ് ടെമ്പോറൻസ് ഇങ്ങനെ ബോർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടില്ലേഴ്സ് ഇങ്ങനെ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ എബിലിറ്റി ആണ്. അപ്പോൾ അതും കറക്റ്റ് ആണ്. പിന്നെ ബയോടൈപ്പ് ഡെവലപ്മെന്റ് അക്കേഴ്സ് ഇൻ വെറൈറ്റീസ് വിത്ത് ആന്റിബയോസിസ് as റെസിസ്റ്റൻസ് മെക്കാനിസം. അതും കറക്റ്റ് ആണ്. അപ്പോൾ 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് റെസിസ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ ദി ഫോളോയിങ്. ഗമ്മി എക്സുഡേഷൻ ഫ്രം ബനാന സൂഡോസ്റ്റെം ഇസ് ഡ്യൂ ടു കോസ്മോപോളിറ്റസ് സോറിഡസിസ്. പിന്നെ വാട്ടി അപ്പിയറൻസ് ഓൺ ഗോവ ഫ്രൂട്ട് ഇസ് ഡ്യൂ ടു tea mosquito bug. പിന്നെ wilting of tender shoots of brinjal is due to Lysinodus orbonalis. പിന്നെ marginal yellowing of bitter gourd leaves is due to whitefly attack. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്? ആൻസർ ഡി ആണ്. 2ഉം 3ഉം മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. വാട്ടി അപ്പിയറൻസ് ഗോവയിൽ വരുന്നത് ടി മസ്കിറ്റോ ബഗ് കാരണമാണ്. വിൽറ്റിംഗ് ഓഫ് ടെൻഡർ ഷൂട്ട്സ് ഇൻ ബ്രിഞ്ചോൾ ലൂസിനോഡസ് ഓർബോനാലിസ് കാരണമാണ്. ഓക്കെ, ഇതൊക്കെ ഈ 2 സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ബാക്കി 2ഉം തെറ്റാണ്. പിന്നെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മാനേജ്മെന്റ് ഓഫ് നെമറ്റോഡ്സ്. അപ്പോൾ ഇവിടെ കുറേ ബയോ കൺട്രോൾ ഏജൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ ബയോ കൺട്രോൾ ഏജൻസിൽ ഏതൊക്കെയാണ് നമുക്ക് നെമറ്റോഡ്സ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്? ഓൾ ഓഫ് ദി എബോ. നമുക്ക് സുഡോമോണാസ് യൂസ് ചെയ്യാം, ട്രൈക്കോഡെർമ യൂസ് ചെയ്യാം, പൊക്കോണിയ യൂസ് ചെയ്യാം, പിന്നെ പാസിലോമൈസിസ് യൂസ് ചെയ്യാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് നെമറ്റോഡ്സ് മാനേജ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് എമോങ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്രിഡേറ്റർ. അപ്പം നിങ്ങൾ പാരസിറ്റോയിഡ്സ് പഠിച്ചിട്ടുണ്ടാവും, പ്രിഡേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസത്തിൽ ഒരെണ്ണം പ്രിഡേറ്റർ അല്ല. വിച്ച് ഇസ് നോട്ട് എ പ്രിഡേറ്റർ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. ഇറ്റ് ഈസ് ആൻസർ എ, ടീലോനോമസ് റോവാനി. ഓക്കെ, ഇതാണ് ഇറ്റ്സ് നോട്ട് എ പ്രിഡേറ്റർ. ബാക്കിയെല്ലാം പ്രിഡേറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിംറ്റംസ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ദി ഇൻസെക്ട് പെസ്റ്റ്. അപ്പോൾ ആ പെസ്റ്റും അതിൻ്റെ സിംറ്റം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റൈസ് ഹെസ്പ, ഇതിൻ്റെ സിംറ്റം എന്താണ്? നീഡിൽ ലൈക്ക് റോളിംഗ് ആൻഡ് ഡ്രൈയിങ് ഓഫ് ലീഫ് ടിപ്സ്. ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണോ നമ്മൾ നോക്കാം. പിന്നെ റെഡ് പാമൽ വീവൽ, എക്സുഡേഷൻ ഓഫ് ബ്രൗണിഷ് ലിക്വിഡ് ഫ്രം കോക്കനട്ട് ട്രങ്ക്. അടുത്തത് Odapsus folus, dead heart in ginger. Next is Podoptera mauritia, cutting of rice, leaf tips and rolling of leaves. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പെസ്റ്റിനാണ് കറക്റ്റായിട്ട് മാച്ച് ആയിരിക്കുന്നത്. അത് ഏതാന്ന് നോക്കിയാൽ ബി, റെഡ് പാം വീവിൽ ആണ്. റെഡ് പാം വീവിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എക്സുഡേഷൻ ഓഫ് ബ്രൗണിഷ് ലിക്വിഡ് ഫ്രം കോക്കനട്ട് ട്രങ്ക്. അത് ഉണ്ടെങ്കിൽ അത് റെഡ് പാം വീവിൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസെക്ട് ഇസ് എ മസിൽ പോയ്സൺ. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസെക്ടിസൈഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻസെക്ടിസൈഡ് ഇസ് എ മസിൽ പോയ്സൺ? ഡൈമീത്തിയോട്ട്, ഡെൽറ്റാമെത്രൻ, പിന്നെ അസിറ്റാമിപ്രിഡ്, പിന്നെ ക്ലോറാൻട്രാനിലോപ്രോൾ. ഓക്കെ, അപ്പോൾ ആൻസർ ഇസ് ക്ലോറാൻട്രാനിലോപ്രോൾ. ഓക്കെ, ഇതാണ് മസിൽ പോയ്സൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Next, question number 29. Which of the following insect pests can be successfully managed by biocontrol agents? Okay, അപ്പോൾ ബയോകൺട്രോൾ ഏജന്റ് യൂസ് ചെയ്തിട്ട് ഇവിടെയുള്ള പെസ്റ്റ് ഏതൊക്കെ പെസ്റ്റാണ് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പാരാകോക്കസ് മാജിനേറ്റസ്, പിന്നെ ഷുഗർ കെയിൻ ഉള്ളി ഏഫിഡ്, വൈറ്റ് ഫ്ലൈ ഇൻ കോട്ടൺ, കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ. ഈ 4 പെസ്റ്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബെസ്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് 1ഉം 2ഉം 4ഉം. അതായത് വൈറ്റ് ഫ്ലൈ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ബാക്കിയെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പാരാകോക്കസ് മാജിനേറ്റസ് ചെയ്യാം, ഷുഗർ കെയിൻ ഉള്ളി ഏഫിഡ്സ് നമുക്ക് ചെയ്യാം, പിന്നെ കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡ് കാറ്റർപില്ലർ നമുക്ക് ബയോ കൺട്രോൾ ഏജൻസ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. വിങ് ഫ്ലെക്സിയോൺ ഇസ് ആബ്സെന്റ് ഇൻ. അപ്പോൾ ഇവിടെ ഓർഡേഴ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻറ്റമോളജിയിൽ ലെബിഡോപ്റ്റിറൻ, പിന്നെ എഫിമെറോപ്റ്റിറ, ഹെമിപ്റ്റിറ, തൈസനോപ്റ്റിറ, ഇതൊക്കെയാണ് ഓർഡേഴ്സ്. അപ്പോൾ ഇതിൽ ഏത് ഓർഡറിലാണ് വിങ് ഫ്ലെക്സിയോണസ് ആബ്സെൻറ്റ്? ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എഫിമെറോപ്റ്റിറ, അതിലാണ് വിങ് ഫ്ലെക്സിയോൺ ആബ്സെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. ഫൈറ്റോപ്തിറ പാൽമിയോറ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഓക്കെ, ഒരു ഫൈറ്റോപ്തിറ പാൽമിയോറ എന്ന് പറയുന്നത് ഒരു ഫംഗയാണ്. അതിനെ നമ്മൾ എങ്ങനെ ക്യാരക്ടറൈസ് ചെയ്യും, മീൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഗ്ലോബസ് ഓർ ഓവോയിഡ് ഓർ എലിപ്സോയിഡ് ഓർ പിയർ ഷേപ്ഡ് പാപ്പിലേറ്റ് കോഡസ് ടെർമിനൽ സ്പൊറാഞ്ചിയ വിത്ത് ഷോർട്ട് പെഡിസിൽ. അതുണ്ടാവും നമ്മൾ നോക്കാം. ഇല്ല, സിമ്പിൾ സിംപോഡിയൽ സ്പൊറാഞ്ചിയോസ്പോസ്, പിന്നെ ക്ലമിഡോസ്പോസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. ഇതാണ് 3 ഓപ്ഷൻസ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് വെച്ചാൽ 1 and 2, ഈ 2 മാത്രം. ഗ്ലോബസ് ഓർ ഓവോയിഡ് ഓർ എലിപ്സോയിഡ് ഓർ പിയർ ഷേപ്ഡ് പാപ്പിലേറ്റ് ഉണ്ടാവും, അത് വെച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സിമ്പിൾ സിംപോഡിയൽ സ്പൊറാഞ്ചിയോസ്പോസ്, ഇത് വെച്ച് നമുക്ക് ക്യാരക്ടറൈസ് ചെയ്യാം ഫൈറ്റോപ്തോറ പാൽമിയോറ. Okay, next question number 32. The principle of exclusion in plant disease management is achieved through. എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ് ഡിസീസ് മാനേജ്മെന്റ് കൊണ്ടുവരാം? ത്രൂ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ക്വാറന്റൈൻ, ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ, എറാഡിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്, പിന്നെ സീഡ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ക്ലൂഷൻസിൽ എന്തൊക്കെ വരുന്നു നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബോ. നമുക്ക് ക്വാറന്റൈൻ മെഷറും ഒരു എക്സ്ക്ലൂഷൻ പ്രോസസ്സാണ്, ഇൻസ്പെക്ഷൻ ആൻഡ് സർട്ടിഫിക്കേഷനും ഒരു എക്സ്ക്ലൂഷൻ പ്രോസസ്സാണ്, ഇറാഡിക്കേഷൻ ഓഫ് വെക്ടറും സീഡ് ട്രീറ്റ്മെന്റ്, ഇതെല്ലാം 4 ഓപ്ഷനും എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളിൽ വരുന്നതാണ് ഫോർ പ്ലാന്റ് ഡിസീസ് മാനേജ്മെന്റ്. അടുത്തത് 33 ക്വസ്റ്റ്യൻ. റൈറ്റ് ദി കറക്റ്റ് സീക്വൻസ് ഓഫ് സിംറ്റം ഡെവലപ്മെന്റ് ഇൻ പിങ്ക് ഡിസീസ് ഓഫ് റബ്ബർ. അപ്പോൾ ഇവിടെ കുറേ സിംറ്റംസ് അവർ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത് ആ സീക്വൻസ് നമുക്ക് നോക്കാം. ആൻസർ സി ആണ്. അതായത് ആദ്യം കോബ് വെബ് സ്റ്റേജിന് വരും, പിന്നെ ലാക്ടസ് എക്സുഡേഷൻ നടക്കും, പിന്നെ ക്രാക്കിംഗ് ഓഫ് ബാർക്ക് ആൻഡ് യെല്ലോയിങ് ഓഫ് ഫോളിയേജ് നടക്കും, പിന്നെ പസ്റ്റുല സ്റ്റേജ് വരും, നെക്ടോറൽ സ്റ്റേജ് വരും, പിന്നെ കോർട്ടിസിയം സ്റ്റേജ്. ഇതാണ് കറക്റ്റ് സീക്വൻസ് ഓഫ് സിംറ്റം ഡെവലപ്മെന്റ് ഇൻ ഇത്. ബാക്കിയെല്ലാം ജംബിൾ ആയിട്ടുണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സീക്വൻസ് ഇതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 34 ആണ്. ഫംഗൽ പാത്തജൻ റെസിസ്റ്റന്റ് ടു കാർബൺ ഡെസിം ഇസ് ഓൾസോ റെസിസ്റ്റന്റ് ടു. അതായത് കാർബൺ ഡെസിമിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പാത്തജൻ വേറെ എന്തിനാണ് റെസിസ്റ്റന്റ് ആവുന്നത്? തയോഫെനേറ്റ് മെത്തേൽ, പിന്നെ ക്രിസോസിം മെത്തേൽ, പിന്നെ ആസിബെൻസോളാർ എസ് മീത്തേൽ, പിന്നെ ട്യൂബിക്യുനോസൽ. ഓക്കെ, ഇതിൽ 4 ഏതിനായിരിക്കും റെസിസ്റ്റന്റ് എന്ന് വെച്ചാൽ ആൻസർ എ, തയോഫെനേറ്റ് മീത്തേൽ. ഓക്കെ, അതിനും റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ കാർബൺ ഡെസിമിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗസ് എല്ലാം തിയോഫെനേറ്റ് മീത്തേലിനും റെസിസ്റ്റന്റ് ആയിരിക്കും. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. rod shaped gram positive aerobic plant pathogenic bacterium with or without flagellus. അപ്പോൾ ഇവിടെ 4 ബാക്ടീരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് ബാക്ടീരിയ ആണ് റോഡ് ഷേപ്ഡ് ആയിരിക്കും, ഗ്രാം പോസിറ്റീവ് ആയിരിക്കും, എറോബിക് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയ എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്ലാവി ബാക്ടർ. ഓക്കെ, ക്ലാവി ബാക്ടർ ആണ് റോഡ് ഷേപ്ഡ്, ഗ്രാം പോസിറ്റീവ് ആണ്, എറോബിക് പ്ലാന്റ് പാത്തജനിക് ബാക്ടീരിയം ആണ്. അതിൽ ഫ്ലാജില ഉണ്ടാവാം, ഫ്ലാജില ഇല്ലാതെയും ആവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. White ear head that cannot be pulled from the base of the rice plants with grayish brown lesions on neck are characteristic of damage caused by. അപ്പോൾ ഇവിടെ പെസ്റ്റും അതിൻ്റെ സിംറ്റം ആണ് പറഞ്ഞിരിക്കുന്നത്. റാഗഡ് സ്റ്റണ്ട്, സ്റ്റെം ബോറർ, നെക്ക് ബ്ലാസ്റ്റ്, പെസ്റ്റല്ല ഡിസീസ്. ഓക്കെ, പെസ്റ്റും പറഞ്ഞിട്ടുണ്ട് ഓപ്ഷനിൽ, പക്ഷേ ഇതൊരു പാത്തോളജി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് അതൊരു ഡിസീസ് ആണ് എന്ന് നമ്മൾ യോജിച്ചെടുക്കണം. അപ്പം തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സ്റ്റെം ബോററും റാറ്റും ഇല്ല, ഇത് പാത്തോളജി ഇതിലാണ് വരുന്നത്. അപ്പം നെക്ക് ബ്ലാസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. Flood following for at least 6 weeks is an effective strategy for the management of dash in banana. മോക്കോ വിൽട്ട്, സൂഡോസ്റ്റെം വീവിൾ, ഫ്യൂസേരിയം വിൽട്ട്, പിന്നെ ബോത്ത് എ ആൻഡ് സി. അപ്പോൾ ആൻസർ ഇസ് ഫ്യൂസേരിയം വിൽട്ട്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഫ്യൂസേരിയം വിൽട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് മാനേജ് ചെയ്യാനായിട്ട് ഫ്ലഡ് ഫോളോയിങ് ചെയ്യാം ഫോർ അറ്റ്ലീസ്റ്റ് 6 weeks. ഓക്കെ,
പിന്നെ next question number 38, tolerance or resistance of a plant to one viral strain is induced by systematic infection with a second is commercially exploited in the case of okay. ഒരു വൈറസിന്റെ സ്ട്രെയിൻ വെച്ച് മറ്റേ വൈറസിനെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. ടോളറൻസോ റെസിസ്റ്റൻസോ. ഓക്കെ, അതിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്, 4 ഓപ്ഷൻസ് ഉണ്ട്. ടൊബാക്കോ മൊസൈക്ക് വൈറസ്, സിട്രസ് ട്രിറ്റിസ വൈറസ്, കോളിഫ്ലവർ മൊസൈക്ക് വൈറസ്, ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സിട്രസ് ട്രിറ്റിസ വൈറസ്. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ക്രോസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വൈറൽ സ്ട്രെയിൻ വെച്ച് മറ്റേ വൈറസിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അത് എക്സ്പ്ലോയിറ്റഡ് കമേഴ്ഷ്യലി സിട്രസ് ട്രിറ്റിസ വൈറസ് കൺട്രോൾ ചെയ്യാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 39, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ്, വാസ്കുലർ ഡിസ്കളറേഷൻ ഓഫ് സ്റ്റെം ആൻഡ് റെഡിഷ് അപ്പിയറൻസ് ഇൻ ദി പിത്ത് extending towards root is observed in plants infected with fusarium. അപ്പോൾ fusarium infected plantsലാണോ ഈ സിംറ്റംസ് ഉള്ളത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് റെഡിഷ് ബ്രൗൺ ലീഷൻ ഓൺ സ്റ്റെം നിയർ ദി സോയിൽ ലൈൻ ദാറ്റ് ഗ്രിഡിൽ ദി സ്റ്റെം റിസൾട്ടിംഗ് ഇൻ ഹോളോ പിറ്റ് ആൻഡ് ഡ്രൂപ്പിംഗ് ഓഫ് ദി പ്ലാന്റ്സ് ഇസ് ഒബ്സർവ്ഡ് ഇൻ പ്ലാന്റ്സ് ഇൻഫെക്റ്റഡ് വിത്ത് റൈസക്ടോണിയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ വരുന്ന സിംറ്റംസ് എല്ലാം റൈസക്ടോണിയ ആണ് എന്ന് അനലൈസ് ചെയ്യണം. അപ്പോൾ ആൻസർ ഡി ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഇസ് കറക്റ്റ്. അപ്പോൾ ഫ്യൂസേരിയം വന്നാൽ നമുക്ക് യെല്ലോയിങ് ഓഫ് പ്ലാന്റ്സ് നടക്കും, വാസ്കുലർ ഡിസ്കളറേഷൻ നടക്കും, റെഡിഷ് അപ്പിയറൻസ് ഉണ്ടാവും. ഇതൊക്കെ ഫ്യൂസേരിയത്തിൻ്റെയാണ്. റൈസക്ടോണിയ ഉണ്ടെങ്കിൽ റെഡിഷ് ബ്രൗൺ ലീഷൻസ് ഉണ്ടാവും, പിന്നെ ഗ്രിഡിൽ ഉണ്ടാവും, പിന്നെ ഡ്രൂപ്പിംഗ് ഉണ്ടാവും. ഇതെല്ലാം റൈസക്ടോണിയൻ്റെയാണ്. ഓക്കെ, അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അടുത്തത് 40th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ. അപ്പോൾ ഇവിടെ വെക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ, ഫ്രാങ്ക്ലിനില ആക്സിഡെന്റൽസ് ഇൻ പെർസിസ്റ്റന്റ് പ്രോപഗേറ്റീവ് മാനർ. അതാണ് ശരിക്കും ടൊമാറ്റോ സ്പോട്ടഡ് വിൽറ്റ് വൈറസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇൻ പെർസിസ്റ്റന്റ് മാനർ ആണ്. നോൺ പെർസിസ്റ്റന്റും ഓപ്ഷൻ ഉണ്ട് ബിയിൽ, പക്ഷെ അത് റോങ് ആണ്. പെർസിസ്റ്റന്റ് മാനർ ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 41 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 alleles of each of genes segregate independence of each other. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് പ്രൊഡ്യൂസസ് 4 types of gametes in a dihybrid F1 ratio of 1:1:1:1. അത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ ഇറ്റ് ജനറേറ്റ്സ് ജനറ്റിക് വേരിയേഷൻ ആൻഡ് ന്യൂ ജീൻ കോമ്പിനേഷൻ, തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെന്റ് ക്രോമോസോംസ് only show independent segregation. അപ്പോൾ ഇതിൻ്റെ നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്. ബിക്കോസ് ജീൻസ് ലൊക്കേറ്റഡ് ഫാർ ഇൻ ദി സെയിം ക്രോമോസോമും ഇൻഡിപെൻഡൻറ്റ് സെഗ്രിഗേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി റോങ്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്. ജീൻസ് ലൊക്കേറ്റഡ് ഓൺ ഡിഫറെൻറ്റ് ക്രോമോസോം വൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വൺലി ആണ് അവിടെ തെറ്റ്. ശരിക്കും പറഞ്ഞാൽ സെയിം ക്രോമോസോമിൽ ജീൻ ഫാർ അവേ ആണെങ്കിലും ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് അവിടെ നടക്കും. അതുകൊണ്ടാണ് ആൻസർ ഡി ഇസ് wrong. Okay, next, inactivation of M phase kinase following the onset of N phase begins with which of the following? Okay, അപ്പോൾ M phase എന്ന് പറയുന്നത് മൈറ്റോട്ടിക് ഫേസ് ആണ്. ഓക്കെ, അത് എപ്പോൾ നടക്കും എന്ന് വെച്ചാൽ സൈക്ലിൻ ഡിസ്ട്രാക്ഷൻ നടക്കുമ്പോഴാണ്. ഓൺസെറ്റ് ഓഫ് എം ഫേസ് വരുന്നത് സൈക്ലിൻ ഡിസ്ട്രാക്ഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 43, UV ലൈറ്റ് കോസസ് മ്യൂട്ടേഷൻസ് ബൈ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെക്കാനിസം. അപ്പോൾ UV ലൈറ്റ് എന്താണ്? അത് അയനൈസിങ് ആണോ നോൺ അയനൈസിങ് ആണോ എന്ന് പറഞ്ഞാൽ നമുക്കിത് പറയാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് വൺ ഇൻഡക്ഷൻ ഓഫ് ടൈം ഇൻ ഡൈമേഴ്സ്, പിന്നെ അയനൈസേഷൻ, സിംഗിൾ സ്റ്റാൻഡ് ബ്രേക്സ് ഇൻ DNA, പിന്നെ ഡ്യൂപ്യൂരിനേഷൻ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഓഫ് ടൈം ഇൻ ഡൈമേഴ്സ്. അപ്പോൾ നമ്മൾ UV ലൈറ്റ് വെച്ചാണ് മ്യൂട്ടേഷൻ കോസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഇൻഡക്ഷൻ ഓഫ് ടൈം ഇൻ ഡൈമേഴ്സ്. അടുത്തത് 44th ക്വസ്റ്റ്യൻ. ക്യാരക്ടേഴ്സ് ഗവേൺഡ് ബൈ പോളിജീൻസ്, ദാറ്റ് ഇസ് മൾട്ടിഫാക്ടേഴ്സ് ബട്ട് ഷോയിങ് ഡിസ്ക്രീറ്റ് വേരിയേഷൻ ഓർ കോൾഡ്. അതായത് അതിൽ കുറേ ജീൻസ് കൺട്രോൾ ചെയ്യും, പക്ഷെ നമുക്ക് ആ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ എങ്ങനെ പറയും എന്നുള്ളത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, ക്വാസി ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ്, നൺ ഓഫ് ദി അബവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. ബിക്കോസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പോളിജീൻസ് അല്ല. സെക്കൻഡ് നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്
ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിനാണ്. ബിക്കോസ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിൽ കണ്ടിന്യൂസ് വേരിയേഷൻ ആണ് ഉള്ളത്, ഡിസ്ക്രീറ്റ് വേരിയേഷൻ അല്ല. അപ്പോൾ ഓപ്ഷൻ ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. Next, 45th. The selection in which a different phenotypic optima is selected for so that the population ultimately consists of 2 or more recognizable forms. Okay. ഒരു 3-4 ജീനോടൈപ്സ് ഉള്ള പോലെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ്. ഓക്കെ. ആൻസർ ബി ആണ് കറക്റ്റ്. സ്റ്റെബിലൈസ്ഡ് സെലക്ഷനോ ഡയറക്ഷണൽ സെലക്ഷനോ നാച്ചുറൽ സെലക്ഷനോ അല്ല. ഇറ്റ് ഇസ് disruptive selection. Okay. Next, question number 46. അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻബ്രീഡിംഗ് ആണ് ഇൻബ്രീഡിംഗ് റിഗാർഡിംഗ് ആണ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ. ഇൻബ്രീഡിംഗ് ലൈൻസ് yield more than open pollinated varieties. Okay. Second statement, results in the appearance of lethal and sublethal alleles. Third statement, decrease in homozygosity and increases in variation. With increase in variation, പിന്നെ increased reproductive ability. ഓക്കെ. അപ്പോൾ ഇതിൽ ഇൻബ്രീഡിങ് എന്താണ് മനസ്സിലായാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റും. only 2 is correct. ഓക്കെ. ബിക്കോസ് ഇൻബ്രീഡ് ലൈൻസ് അല്ല, ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റി. ഇപ്പോൾ എപ്പോഴും നമ്മൾ ഈൽഡ് എടുക്കുമ്പോൾ ഹൈബ്രിഡ്സ് ആർ ഹൈ ഈൽഡിങ് ദാൻ ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ് ആൻഡ് ഓപ്പൺ പോളിനേറ്റഡ് വെറൈറ്റീസ് ആർ ഹൈ ഈൽഡിങ് ദാൻ ഇൻബ്രീഡ് ലൈൻസ്. അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ റോങ്. പിന്നെ റിസൾട്ട്സ് യെസ്, ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അതാണ്. ലീതലും സബ് ലീതൽ അലീൽസും അപ്പിയർ ആവുമ്പോഴാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഡിക്രീസ് ഇൻ ഹോമോസൈഗോസിറ്റി എന്നാണ് അവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇൻബ്രീഡിങ് ഇൻക്രീസസ് ഹോമോസൈഗോസിറ്റി ആൻഡ് ഡിക്രീസസ് ഇൻ വേരിയേഷൻ. പിന്നെ റെഡ്യൂസ്ഡ് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ആണ്. അതുകൊണ്ടാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. only second statement is true. Next, direct question ആണ്. Presence of B line in A line is called as easy. Rogue, pollen shedders, off type, all the above. Answer is pollen shedders. Rogue എന്ന് പറഞ്ഞാൽ anything which has to be removed from seed production plot. അതാണ് rogue. അപ്പോൾ അതൊരു കോമൺ വേർഡ് ആണ്. ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ any plant which is deviates from the normal variety. അതും ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ presence of B line in A line ആണ് കറക്റ്റ്. എന്താണെന്ന് വെച്ചാൽ പോളൻ ഷെഡേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ദ ബ്രീഡിംഗ് മെത്തഡ് വിച്ച് എയിംസ് ടു എൻഹാൻസ് ജനറ്റിക് പൊട്ടൻഷ്യൽ ബൈ മോഡിഫൈങ് ഇൻഡിവിജ്വൽ ട്രൈറ്റ്സ് ടു പ്രീ ഡിഫൈൻഡ് ഓപ്റ്റിമൽ ലെവൽസ് ഇസ് കോൾഡ്. അതായത് നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് ഈ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ആവണം എന്ന്. അപ്പോൾ അത് ഏത് ബ്രീഡിങ്ങിലാണ്? കൺവെൻഷണൽ ബ്രീഡിംഗ്, പോപ്പുലേഷൻ ഇംപ്രൂവ്മെന്റ്, മ്യൂട്ടേഷൻ ബ്രീഡിംഗ്, ഇഡിയോടൈപ്പ് ബ്രീഡിംഗ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഇഡിയോടൈപ്പ് ബ്രീഡിംഗ്. ബിക്കോസ് ഇഡിയോടൈപ്പ് ബ്രീഡിങ്ങിലാണ് നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ട്രൈറ്റ്സ് ഫിക്സ് ചെയ്യുന്നത്. അതിനാണ് തിയറിറ്റിക്കൽ മോഡൽ അല്ലെങ്കിൽ ബയോളജിക്കൽ മോഡൽ എന്ന് പറയും. ഓക്കെ. അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രീഡിംഗ് പ്രോസസ്സ് തുടങ്ങും. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇഡിയോടൈപ്പ് ബ്രീഡിംഗ്. നെക്സ്റ്റ്, ജേം പ്ലാസം കൺസർവേഷനിലുള്ള ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഇത് ഓർഡർ ഇപ്പോൾ മീൻസ് ക്ലബായി ജമ്പിൾ ആയിട്ടാണ് ഉള്ളത്. ഇതിനെ കറക്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കളക്ഷൻ ചെയ്യണം. കളക്ഷൻ ചെയ്തിട്ട് കളക്ഷൻ ചെയ്യുന്നത് കൺസേർവ് ചെയ്യണം. കൺസർവേഷനിലിരുന്ന് നമ്മൾ അടുത്തെന്ത് ചെയ്യണം? ഇവാലുവേഷൻ ചെയ്യണം. വൺസ് ഇവാലുവേഷൻ നടന്നാൽ അതിന് നമുക്കൊരു കാറ്റലോഗിങ് നെയിമിങ് കൊടുക്കും. കാറ്റലോഗിങ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അത് അവസാനം ഫാമേഴ്സിലോ അല്ലെങ്കിൽ എൻഡ് യൂസേഴ്സിന് യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതാണ് കറക്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ കറക്റ്റ് ഓർഡർ റിഗാർഡിങ് ജേം പ്ലാസം കൺസർവേഷൻ. ഓക്കെ. ഒന്നും കൂടി പറയാം. ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം, പിന്നെ കൺസർവ് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, കാറ്റലോഗിങ് ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫൈനലി യൂട്ടിലൈസേഷൻ. നെക്സ്റ്റ്, 50th question. Which of the following is an application of embryo culture? Recover of haploid plants from interspecific crosses, shortening the breeding cycle, overcoming dormancy, all of the above. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഷോർട്ടനിങ് ഓഫ് ബ്രീഡിംഗ് സൈക്കിൾ എന്തായാലും എംബ്രിയോ കൾച്ചർ വെച്ച് നമുക്ക് ചെയ്യാം. ഓവർകമ്മിങ് ഡോമിനൻസും കറക്റ്റ് ആണ്. അപ്പോൾ മോർ ദാൻ 2 സ്റ്റേറ്റ്മെന്റ്സ് ഓൾറെഡി റൈറ്റ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിരിക്കും. റിക്കവറി ഓഫ് ഹാപ്ലോയിഡ് പ്ലാന്റ്സ് ഫ്രം ഇന്റർസ്പെസിഫിക് ക്രോസസ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദി അബോവ്. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ
AO 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെയാണ് കറക്റ്റ് ബേസ്ഡ് ഓൺ കീ ആൻസേഴ്സ് വെച്ചാണ് ഈ ഡിസ്കഷൻ വരുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് ചാലഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആൻസേഴ്സ് മാറാം. ബട്ട് അക്കോർഡിംഗ് ടു കീ ആൻസർ സെറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.